ഗൈസ്, ഐ ലീഗിലെ നാടകം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇന്നലെ ഗോവയിലൊരു സെറിമണി നടന്നിരുന്നു. അതായത് ഐ ലീഗ് ചാമ്പ്യൻസിന് കൊടുക്കുന്ന ട്രോഫിയും വിന്നേഴ്സ് മെഡലും ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ ചർച്ചിൽ ബ്രദേഴ്സിന് ട്രോഫി ഹാൻഡ് ഓവർ ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ വന്നിരുന്നു. CS-ന്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഫൈനൽ ഡിസിഷൻ വരുന്നത് വരെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലായിരുന്നു. അതിന് AFF വെറും പുല്ല് വില കൊടുത്തുകൊണ്ടാണ് ചർച്ചിൽ ബ്രദേഴ്സിന് ഇന്ന് ഒരു സെറിമണിയിലൊരു ട്രോഫിയൊക്കെ കൊടുക്കുന്ന നിലയിലേക്ക് പോയത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ശേഷമൊക്കെ ഒരു ന്യായമായിട്ട് വന്നിട്ടുണ്ട്. അയ്യോ, ഞങ്ങളിത് അറിഞ്ഞിട്ടേ ഇല്ല, ഇനി CS-ന്റെ വിധി എന്താണെങ്കിലും ഞങ്ങളത് കയ്യിൽ നീട്ട് സ്വീകരിക്കുമെന്നൊക്കെ പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്താലും വലിയ അത്ഭുതം ഇല്ല, അല്ലെങ്കിൽ ഞാൻ അത്ര വിഷമിക്കില്ല. അമ്മാതിരി പണിയാണ് ഇവന്മാരൊക്കെ ഒപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്റർകാഷിക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു വിധി വന്ന സമയത്ത് ഇന്റർകാഷിയാണ് ഡിസേർവ് ചെയ്തത്, അല്ലെങ്കിൽ ചർച്ച് ബ്രദേഴ്സിൻ്റെ കുറേ കളികളൊക്കെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്നൊരു വീഡിയോ ചെയ്തപ്പോൾ പലരും പറഞ്ഞിരുന്നു, ഗ്രൗണ്ടിൽ കളിച്ച് ജയിച്ചത് ചർച്ചിൽ ബ്രദേഴ്സ് അല്ലേ, അപ്പോൾ എങ്ങനെ ഇന്റർകാഷിക്ക് ചാമ്പ്യൻസ് ആകാൻ പറ്റുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. യെസ്, ഗ്രൗണ്ടിൽ പോയിന്റ് നേടിയത് ഇന്റർകാഷി അല്ല, ചർച്ചിൽ ബ്രദേഴ്സ് ആണ്, ശരിയാണ്. പക്ഷേ റൂളെന്ന് പറയുന്നത് റൂൾ തന്നെയാണല്ലോ. ഇനെലിജിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറെ കളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോയിന്റ് നഷ്ടപ്പെടുത്തുക തന്നെ ചെയ്യണമെന്നുള്ളതാണ്. അതല്ലാണ്ട് അതിന് ഇമോഷണൽ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ചർച്ചിൽ ബ്രദേഴ്സിന് ഓണേഴ്സൊക്കെയാണ് അങ്ങനത്തെ ഒരു നെറേറ്റീവ് തന്നെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തത്. അപ്പം അതിന് യാതൊരു ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം റെഡ് കാർഡ് കിട്ടിയിട്ടുള്ള ഒരു പ്ലെയറെ മറ്റൊരു ടീമിനെ ഇറക്കുകയാണ്. ഇങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ടീമുകൾ ഇറക്കിയ പിന്നെ ഈ പറഞ്ഞ സസ്പെൻഷനും റെഡ് കാർഡിനും ഒക്കെ എന്തർത്ഥമാണുള്ളത്? അതിന് വേണ്ടിയിട്ട് പല നാടകങ്ങളും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടുന്നത്? ഏറ്റവും ഒടുവിൽ സൂപ്പർ കപ്പിൽ പിന്മാറിയത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. പിന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായിട്ട് പരാമർശിച്ചാണ്, എങ്കിലും ഞാൻ പറയുകയാണ്, ഇപ്പം ചർച്ച് ബ്രദേഴ്സിൻ്റെ ഓണർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആളൊന്നുമല്ല. അപ്പം അവർക്ക് പലതരത്തിലുള്ള ഹോൾഡും ഉണ്ട്. ഇപ്പം ചർച്ച് ബ്രദേഴ്സിൻ്റെ CEO തന്നെ നോക്കാം, AFF-ന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള മെമ്പറാണ്. അപ്പം ഏതൊക്കെ തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഇനി എടുത്ത് പറയേണ്ട കാര്യമില്ല. ഈ CS-ന്റെ ഓർഡർ വന്ന കാര്യമൊന്നും AFF അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നത് പച്ച കള്ളമാണെന്ന് ഞാൻ പറയും. ഇത് ഒരു പ്ലാനാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു നാടകം കളിക്കുക, ഒരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വർക്കൗട്ട് ആകുക, എന്നിട്ട് ചർച്ചിലിന് എങ്ങനെയെങ്കിലും ISL-ലേക്കുള്ള ഒരു പ്രൊമോഷൻ നേടി കൊടുക്കുക. മിക്കവാറും CS-ന്റെ ഭാഗത്തു നിന്ന് ഇന്റർകാഷിക്ക് അനുകൂലമായിട്ടുള്ള വിധി വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പം മാക്സിമം കുറേ നാടകമൊക്കെ കളിച്ചിട്ട് ചർച്ചിലിനെ എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി വിടുക, അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമം നടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ക്ലബ്ബുകളുടെ എണ്ണം കൂടുന്നത് ISL ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഐ ലീഗുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു നാടകം കളിച്ചിട്ട്, ചീപ്പ് ഷോ കളിച്ചിട്ട്, ഇപ്പം ഇന്റർകാഷിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് വരുന്നതെങ്കിൽ ചർച്ചിലിനെ കയറ്റുന്നത് അത് ശരിയായിട്ടുള്ള പരിപാടി ആയിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല. അതിന് FSDയിൽ ഒരിക്കലും കൂട്ടി നിൽക്കരുതെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം. എന്താണെങ്കിലും റെലഗേഷൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം മറ്റ് 2 ടീംസ് ഡൽഹി ഹൈക്കോർട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നുള്ളൊരു വാർത്തയും കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലീഗിൽ ഇത്തവണ ഗ്രൗണ്ടിൽ നടന്നതിനേക്കാൾ കൂടുതൽ കളികൾ നടക്കുന്നത് കോടതിയിലും ഓഫീസ് മുറികളിലും ഒക്കെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത്. അത്രയൊക്കെ പറയാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ പറയുക, അഭിപ്രായങ്ങളായിട്ട് കമന്റ് ബോക്സിൽ മറ്റൊരു കാണിക്കും. ഞാൻ സനിയ.